ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മൈ ഫോർട്ടീസ്. ഞാൻ പ്രാക്ടീസ് ചെയ്ത കുറച്ച് സ്റ്റിച്ചുകൾ ഉപയോഗിച്ച് ഞാൻ ചെയ്ത പടങ്ങളാണിത്. ആദ്യം ചെയ്തത് സാൻഡാനയാണ്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഉപയോഗിച്ചാണ് ഇത് ഞാൻ ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ചെയ്തത് എൻ്റെ ഹസ്ബൻഡിനൊന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സൂചി നൂലൊക്കെ വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം ചെയ്തത് ഈ ക്രോസ് ആണ്. അതും ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നിക്ക് എംബ്രോയ്ഡറീസാണ് പ്രാക്ടീസ് ചെയ്തത്. ഇതെല്ലാം ഞാൻ ഈ ചെയ്തേക്കുന്ന സ്റ്റിച്ചുകളെല്ലാം ഞാൻ എൻ്റെ കൈ ഒന്ന് വഴങ്ങിക്കിട്ടാനും പ്രാക്ടീസിന് വേണ്ടി ഈ ചെയ്തേക്കുന്ന സ്റ്റിച്ചുകളാണ്. ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേകം തുണികൾ വാങ്ങിക്കുക ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടിലുള്ള ചെറിയ ചെറിയ തുണികളൊക്കെ വെച്ച് പിള്ളേരുടെ പെറ്റിക്കോട്ടും ഷർട്ട് പീസും ഒക്കെ വെച്ചാണ് ഇത് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് കാശ് മുടക്കിയിട്ടില്ല ഇതിൽ. എൻ്റെ ഫസ്റ്റ് നീഡിൽ പെയിൻറ്റിങ് ഇതാണ്. ഇതിൻ്റെ തീമെന്ന് വെച്ചാൽ ഈശോ ഒരു കുട്ടിയുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നടന്നു നീങ്ങുന്നതാണ്. ഇത് ഞാൻ എവിടെയോ കണ്ട ഒരു പടമാണ്. ആ പടം കണ്ടപ്പോൾ അതിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണിത്. ഇത് ഞാൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിച്ചത്. പക്ഷെ അത് ചെയ്തപ്പോൾ ഓരോ ദിവസത്തിനും ഒരു പ്രത്യേകതയുള്ള പോലെ എനിക്ക് തോന്നി. ഓരോ ദിവസവും നല്ല ഒരു ഉണർവുള്ള പോലെ തോന്നി എനിക്ക്. അടുത്തത് ഞാൻ ചെയ്തത് ഒരു അണ്ണാൻകുട്ടനാണ്. ഇത് ചെയ്തപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് തോന്നി. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ നീഡിൽ പെയിൻറ്റിങ് എന്ന കലയോട് ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ കൂടി കൂടുതൽ ചെയ്യാൻ തോന്നിത്തുടങ്ങി. നീഡിൽ പെയിൻറ്റിങ്ങിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നികത്താനുള്ള ശ്രമമൊക്കെ ഞാൻ നടത്തി. അതിനുശേഷം ഞാൻ ചെയ്തത് ഈ ബീച്ചാണ്. ബീച്ചിൻ്റെ തീം ചെയ്തപ്പോൾ എനിക്ക് അതിന് വേണ്ട കളറുകളൊന്നും ഇല്ലാത്തത് കാരണം പകുതിക്ക് അത് ഉപേക്ഷിക്കേണ്ടി വന്നു. പതയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കളറുകൾ എൻ്റെ കയ്യിലില്ല. പക്ഷെ ഞാനത് ചെയ്യും, പൂർത്തീകരിക്കും. എപ്പോഴെങ്കിലും ആയിട്ടത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു തീമാണിത്. അത് കാരണം അത് ഞാൻ എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കും. ഇത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങളെ അഭിപ്രായം പറയണം കേട്ടോ. അതിനുശേഷം ഞാൻ ചെയ്തതായി മാതാവിൻ്റെ രൂപം. യൂട്യൂബ് ചാനൽ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ അതും ഇതും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു കൊച്ചു ബുക്കുണ്ട്. ആ ബുക്കിൽ ഞാനൊരു ചെറിയ ചാനൽ തുടങ്ങി. ആ ചാനലിന് ഞാനൊരു പേര് വിട്ടു, മൈ ഫോർട്ടീസ് എന്ന്. അതിലെന്തൊക്കെ കണ്ടൻറ്റുകളാണ് ഇടേണ്ടതെന്ന് വരെ ഞാൻ എഴുതി വെച്ചു. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ബുക്കിലെ യൂട്യൂബ് ചാനലിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ളതായിരുന്നു എനിക്ക്. പിന്നീട് ഞാനത് ഫോണിൽ സ്റ്റാർട്ട് ചെയ്ത്. എന്തുകൊണ്ടാണ് എൻ്റെ ചാനലിൽ മൈ ഫോർട്ടീസ് എന്നുള്ള പേര് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് 40കൾ എത്ര മനോഹരമാക്കി മാറ്റാൻ പറ്റുമോ അത്രയും മനോഹരമാക്കി മാറ്റണം. കുറേ അധികം കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുത്താനുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാനതിന് മൈ ഫോർട്ടീസ് എന്നുള്ള പേരിട്ടത്. എന്നെപ്പോലുള്ള അമ്മമാർ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഒപ്പം കൂടുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് നല്ല ഭംഗിയായിട്ട് നീങ്ങാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.